അസ്സലാമലൈക്കും ഓൾ വെൽക്കം ബാക്ക്. അപ്പോൾ അതാ നമ്മുടെ ട്രിപ്പിൻ്റെ ബാക്കി വിശേഷവുമായിട്ടാണ് കേട്ടോ ഞാനിന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കൊക്കെ അറിയാം നമ്മൾ കക്കാടംപൊയിലെ റിസോർട്ടിലേക്കാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോ കുറച്ച് ലെങ്തി ആയതുകൊണ്ട് തന്നെ വീഡിയോ എൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു റിസോർട്ടിലേക്ക് എത്തുന്നതിന് മുന്നേ തന്നെ. അപ്പോൾ ഈ ഒരു റിസോർട്ട് ഉള്ളത് ഏകദേശം 3300 അടി ഉയരത്തിലാണ് കേട്ടോ. അപ്പോൾ അത്രയും ടോപ്പിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഓഫ് റോഡാണ് അവിടെ ഉള്ളത്. അപ്പോൾ നമ്മുടെ വണ്ടി ആ റൂട്ടിലൂടെ പോവില്ലല്ലോ, അപ്പോൾ അവരുടെ വണ്ടിയിലാണ് കേട്ടോ നമ്മൾ പോകുന്നത്. വണ്ടി പുറത്തു പോകും, വണ്ടി വലിയ പോണറിയില്ല. നിങ്ങൾ ഫുൾ ടൈം ഓണിലുണ്ടാവൂലേ? എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചുകൂടാ നമുക്ക്. ഓഫ് റോഡ് കണ്ടോളി. ഇനി എന്താ ഓഫ് റോഡ് ചോദിച്ചാൽ നിൽക്കണ്ട, അതാണ് ഓഫ് റോഡ്. ഇതിലാണ് നിങ്ങളെ കാറ് പോരും പറഞ്ഞത്. കുടിച്ചിരുന്നോളി, താടിയും തലയൊക്കെ അവിടെ ഇവിടെ മുട്ടു നോക്കിക്കോളി. സാഹചര്യം കോമഡി അടിച്ചിട്ടോ. സാധനം മുന്നേക്ക് കാണുന്നുണ്ട്, റോഡ് പോണ റോഡൊക്കെ. ഇവിടെ ടാറിട്ടെന്ന് ടാറ് കമ്മിയായി, കോൺക്രീറ്റ് ഉണ്ട്, ടാറല്ല. ഇതിനെ നമുക്ക് വണ്ടി ഇട്ടിട്ടും കാര്യമില്ല കേട്ടോ. ഇത് ഓട്ടാണെങ്കിലും മണൽ കഴിയും. ഓ കുട്ടിയിൽ തല മുറ്റാം, ആ ഷാടല്ല കേട്ടോ. ഓഫ് റോഡല്ലേ നമ്മൾ പോണേ, അപ്പൊ കൊച്ചൊക്കെ മുട്ടും. അത് പേടി കുടിച്ചിരുന്നോളി, ഇന്നാ പേടിച്ചണ്ട. കുടിക്കാതിരുന്നാ പേടിച്ചേണ്ടി വരും. അതിന്റെ മുകളിലൊക്കെ ആൾക്കാര് കുരിശുമല, ശരി, കുരിശുമല. മാറികളി മനസ്സമാരാ. ഇതൊരു 1.5 ഓഫാട്ടോ ജൂലെ. നിങ്ങൾക്ക് ഒരു ദിവസം എത്ര ട്രിപ്പ് അടിക്കണം? ഇതിലെ 4-മത്തോ ഊരന്റെ നെട്ടുമ്പോട്ടും പോകും. നമ്മളിപ്പോ കോണ്ടാക്ട് ചെയ്ത് നിങ്ങളിനി കക്കയം പറയാം. നമ്മളെ ഈ ഏരിയയിലാണോ അതോ നിങ്ങളിവിടെ ഇതിൽ സ്റ്റേ ആയില്ല? അപ്പൊ നിങ്ങള് പൂള് കടൽ മാതിരി ഉണ്ടാവും കരുതി. പോയാലും ഇവിടെ കൂളക്സിന് ഐഡിയല്ലേ, നമ്മള് ശ്രദ്ധിച്ചില്ലല്ലേ? അങ്ങനെ ഇപ്പോൾ ഇതാ ഞങ്ങൾ ഇവിടെ റിസോർട്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ വന്ന റിസോർട്ട്. അടിപൊളി ക്ലൈമറ്റാണ് കേട്ടോ ഇവിടെ ഉള്ളത്. പക്ഷെ ഭയങ്കര തണുപ്പുണ്ടായിരുന്നു കേട്ടോ ഇവിടെ ഇറങ്ങിയപ്പോൾ തന്നെ. വെയിലുണ്ടെങ്കിലും നല്ല തണുപ്പാണ്. ഞാനൊക്കെ പേടിച്ചിട്ട് ഒരു വിധമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അത്രക്കും നല്ല റോഡാണല്ലോ നമ്മൾ പോന്നിട്ടുള്ളത്. അപ്പോൾ ഇതാ ഈ ഒരു റൂമിലുള്ളത് ഇതാ ഇതുപോലെ ഒരു ഹാളും പിന്നെ ഒരു ബെഡ്റൂമും ഒരു ബാത്റൂമും പിന്നെ ഒരു കിച്ചണാണ് കേട്ടോ ഉള്ളത്. പിന്നെ അപ്പുറത്ത് മറ്റൊരു റൂമും ഉണ്ടായിരുന്നു. അങ്ങനെ 2 ഫാമിലിക്ക് നിൽക്കാൻ പറ്റിയ ഒരു അടിപൊളി റിസോർട്ടാണ് കേട്ടോ ഇത്. നല്ല തണുപ്പുണ്ട് കേട്ടോ ഈ ഒരു ടൈമിൽ തന്നെ. ഞങ്ങളിവിടെ എത്തിയപ്പോൾ ഉച്ചക്കൊരു 3 മണിയായിട്ടുണ്ട് കേട്ടോ. ഈ ഒരു 3 മണിക്കാണ് ഞങ്ങളിവിടെ എത്തിയിട്ടുള്ളത്.
എൻട്രൻസിൽ ഓഫീസ് പിന്നെ അപ്പോൾ അതാ ഇവിടെ നിന്ന് നോക്കുമ്പോൾ അടിപൊളി വൈബാണ് കേട്ടോ. നമ്മുടെ കൺമുന്നിൽ തന്നെ ഇതുപോലെ പച്ചപ്പ് നിറഞ്ഞ കുന്നുകളും മലകളൊക്കെ നിരന്ന് നിൽക്കുമ്പോൾ നമുക്ക് ഇവിടുന്ന് പോവാനേ തോന്നുന്നില്ല കേട്ടോ. അത്രക്കും അടിപൊളിയാണ് കേട്ടോ ഈ ഒരു സ്ഥലം. ബൈ. രാവിലെ ഫുഡ് ഉണ്ടോ? ഞങ്ങളിപ്പോൾ അതാ ഇവിടെ എത്തിയപ്പോൾ തന്നെ അവർ ചായ ഒക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടിയിട്ട് ചായ ഒക്കെ കുടിക്കുകയാണ്. അങ്ങനെ ഇപ്പോൾ അതാ വന്ന പാടെ തന്നെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് മക്കളെല്ലാം പൂളിൽ ചാടാൻ വേണ്ടിയിട്ട് പോയിട്ടോ. പിന്നെ കൊടുന്ന സാധനങ്ങളൊക്കെ ഞങ്ങളും എടുത്ത് ഒന്ന് ഒതുക്കി വെച്ചിട്ട് ഇതാ ഞങ്ങളും അവിടേക്ക് പോയിട്ടോ. അതെവിടെ? എടാ പന്ത് എവിടെ? അടുക്ക് ചാവി ആരുതാ? എനിക്കാണെങ്കിൽ വെള്ളത്തിലേക്ക് ഇറങ്ങാൻ ഭയങ്കര പേടിയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് നീന്തലൊന്നും അറിയില്ല കേട്ടോ. എൻ്റെ കാക്കുന്നെ വലിച്ചിട്ട് വെള്ളത്തിലേക്ക് ഇറക്കിയതാണ്. പിന്നെ ഞാൻ ഈ വെള്ളത്തിൽ നിൽക്കുന്നത് തന്നെ കാലൊക്കെ ഏന്തിച്ചിട്ടാണ് കേട്ടോ നിൽക്കുന്നത്. ഞാൻ കുറച്ച് നേരം അങ്ങനെ അവരുടെ കൂടെ ഇങ്ങനെ നിന്നപ്പോൾ പിന്നെ കുറച്ചൊക്കെ പേടി മാറിട്ടോ. എങ്കിലും ചെറുതായിട്ട് പേടിയൊക്കെ ഉണ്ട്. അവരൊക്കെ പൂളിൽ നീന്തുന്നത് കാണാൻ നല്ല രസമായിരുന്നു കേട്ടോ. എനിക്കും ആഗ്രഹമുണ്ട് നീന്തൽ പഠിക്കാനൊക്കെ. പക്ഷെ അതിനുള്ള ധൈര്യമൊന്നും എനിക്കില്ല കേട്ടോ. പിന്നെ ഒരു 5:30-6 മണിയൊക്കെ ആവാനായപ്പോൾ എല്ലാവരും അവിടെ നിന്ന് വെള്ളത്തിൽ നിന്നൊക്കെ കയറി കുളിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തതാ ഇവിടെ ഈ ഒരു മുകളിൽ ഇങ്ങനെ ഊഞ്ഞാലൊക്കെ ആടിയിട്ട് അങ്ങനെ ഇരിക്കാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ ഇവിടെ ഭയങ്കര മഞ്ഞൊക്കെ വന്ന് മൂടുന്നുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ താഴേക്ക് നോക്കിയാൽ ഒരുപാട് കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നു കാണാൻ. പക്ഷെ ഇപ്പോൾ അതൊന്നും കാണുന്നില്ല. എല്ലാം മൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല കാറ്റും ഉണ്ടായിരുന്നു. ക്ലൈമറ്റൊക്കെ അടിപൊളിയാണെങ്കിലും നമ്മുടെ കുട്ടികളെയും കൊണ്ട് അധികമൊന്നും ഈ ഒരു മഞ്ഞത്ത് നിൽക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് റൂമിലേക്ക് തന്നെ പോയി. പിന്നെ ഇപ്പോൾ അവർ കട്ടൻ ചായയൊക്കെ കൊടുന്ന് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒന്നും കാണാൻ പറ്റുന്നില്ല കേട്ടോ പുറത്ത് കോട നിറഞ്ഞിട്ട്. പിന്നെ ഒരു 8 മണിയൊക്കെ ആയപ്പോൾ അവർ ഫുഡൊക്കെ റെഡിയാക്കിയപ്പോൾ വിളിച്ചു. നമ്മൾ ഫുഡ് ഇവിടെ നിന്ന് തന്നെ ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇപ്പോൾ ഇവിടെ ഗ്രില്ലിങ് ചെയ്യാനുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ട് കേട്ടോ. പക്ഷെ മഞ്ഞ് കാരണം നമ്മുടെ കുട്ടികളെയൊക്കെ ഓർത്തത് കൊണ്ട് മാത്രം ഞങ്ങളത് വേണ്ടാന്ന് വെച്ചതാണ്. എല്ലാവരും കൂടി ഫുഡൊക്കെ കഴിച്ചു. പിന്നെ ഇപ്പോൾ യാത്രാക്ഷീണവും അതേപോലെ ഇവിടുത്തെ തണുപ്പൊക്കെ കാരണം കുട്ടികളൊക്കെ പെട്ടെന്ന് തന്നെ ഉറങ്ങിയിട്ടോ. അപ്പോൾ അവർ ഉറങ്ങിയതിന് ശേഷം ഞങ്ങൾ പുറത്തൊക്കെ ഒന്ന് നടക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയതാണ്. അപ്പോൾ പല പല പക്ഷികളുടെയും അതേപോലെ ചെറിയ മൃഗങ്ങളുടെ സൗണ്ടൊക്കെ ഇവിടെ നിന്ന് നന്നായിട്ട് കേൾക്കാം.
ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു കാട്ടിൽ നിൽക്കുന്ന അതേ ഫീൽ തന്നെയാണ് കേട്ടോ ഈ ഒരു റിസോർട്ടിൽ നിന്നാണ് കിട്ടുന്നത്. പിന്നെ കാണാൻ കഴിയുന്നില്ലെങ്കിലും ഇവിടെ നിന്നോ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ടൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കേൾക്കാം കേട്ടോ. അപ്പം അത്രയ്ക്കും മനോഹരമായൊരു സ്ഥലം തന്നെയാണ് കേട്ടോ ഇത്. ഈ ഒരു മഞ്ഞുതുള്ളിയൊക്കെ ദാ ഈ പുല്ലിലൊക്കെ ഇങ്ങനെ നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ കാക്കൊക്കെ മാസ്ക് വെച്ചിട്ടാണ് കേട്ടോ നടന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സമയത്ത് അവിടുത്തെ ചേട്ടൻ ഞങ്ങൾക്ക് കട്ടൻ ചായ ഒക്കെ ഉണ്ടാക്കി തന്നിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ അവിടെ കുറച്ച് നേരമൊക്കെ ഇരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ.